മധുര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി അമ്മൻ കോവിൽ. ഇന്ത്യയിലെ തൂങ്കാ നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് മധുര. മധുര ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ 14 ഏക്കറിലായി 14 ഗജ രാജഗോപുരങ്ങളോടുകൂടി പാണ്ഡ്യരുടെയും നായകരുടെയും പഴയകാലത്തിൻ്റെ കഥ പറയുന്ന മീനാക്ഷി അമ്മൻ കോവിൽ. ഭംഗി കൊണ്ടും ഗോപുരങ്ങളുടെ നിർമ്മാണം കൊണ്ടും ക്ഷേത്രം അതിസുന്ദരമാണ്. ഏകദേശം 2500 വർഷത്തെ കഥ വിളിച്ചോടുന്ന ഒരു നാടുകൂടിയാണ് മധുര. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് ഈ മധുരയിലാണ്. മീനാക്ഷി അമ്മനും അതായത് പാർവതി ദേവിയും ശിവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ശിവൻ ഇവിടെ കുടുംബനാഥൻ കൂടിയാണ്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ വൈകിട്ട് 9:30 വരെയുമാണ് ഉള്ളത്. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 6-6:45 മധുരയിലെത്തി. കൊല്ലത്ത് നിന്ന് 1602 താമ്പാരം കൊല്ലം MS എക്സ്പ്രസ്സിലാണ് വന്നത്. ഈ അടിപൊളി ട്രെയിൻ റൂട്ടാണ്. നമ്മൾ ഈ 13 കണ്ണറപ്പാലം വഴി പിന്നെ ഈ ചെങ്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ അടിപൊളി റൂട്ടാണ്. ട്രെയിൻ വളരെയധികം പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാം. ഇവിടെയാണ് താമസിക്കുന്നത്. 114. ഇവിടെ വന്ന് 2 ബെഡുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ചെറിയൊരു സ്ഥലം, ഫാൻ, പിന്നെ ഫാനിൻ്റെ മടിയുള്ള ലൈറ്റ്, ചെറിയൊരു ചെയറും പിന്നെ ഒരു ചെറിയൊരു മേശയും. നല്ല ചൂടാണ് മധുരയിൽ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. പിന്നെ ഇത് ടോയ്ലറ്റാണ്. ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റേ ഉള്ളൂ, മറ്റേ യൂറോപ്യൻ ഇല്ല. അത്യാവശ്യമുള്ള പിന്നെ കുളിക്കാനായിട്ട് ഷവറില്ല. അതിന് പകരം ഒരു ബക്കറ്റും പൈപ്പും മാത്രമേ ഉള്ളൂ. ഷവറിൻ്റെ പരിപാടിയില്ല. അത്യാവശ്യം കൊള്ളാം. 650 രൂപയ്ക്ക് ഒരു ദിവസത്തിന് ഓക്കെയാണ്. പുറത്താണെങ്കിൽ നല്ല രീതിക്കുള്ള ചൂടാണ്. ഞാനാണെങ്കിൽ ചൂട് കാരണം ഞാൻ അകത്ത് കയറി. ഇവിടെയാണെങ്കിൽ എൻ്റെ ക്യാമറയും എന്താ ഫോണൊക്കെ ആണെങ്കിൽ തിളയ്ക്കുന്നത്, ഒരു അന്ത്യവും ഇല്ല. അപ്പം ഇവിടെ ഇന്നലെ നൈറ്റ് കണ്ട പോലെ ഇപ്പം ഉച്ച സമയത്തൊന്നുമല്ല, കച്ചവടം നടക്കുന്നുണ്ട്. ആൾ കുറവാണെങ്കിലും നല്ല വെയില. അപ്പം ഈ സമയത്ത് നല്ല രീതിക്കുള്ള കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഗോൾഡ് ഈ വേല്, അമ്പലത്തിനകത്ത് വേല്, വിളക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇതിപ്പോ ചർച്ച് സ്ട്രീറ്റിന്റെ സ്ഥലമാണ്. നല്ല വെയിലെന്ന് പറയുമ്പോൾ നല്ല വെയില. ഇത് മധുര ടെമ്പിളിന്റെ വേറൊരു വശമാണ്. ഇവിടെ തെങ്ങിൻ്റെ എന്തോ സാധനമൊക്കെ ഉണ്ട്. അവിടെ ഒരു മന്ദിരം കാണാൻ പറ്റും. ഇവിടെ ഒരെണ്ണം കാണാൻ പറ്റും. ഇവിടെ എന്തോ നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലം. ഈ ഭാഗത്ത് ഈ ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഇലകൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടേ ഗോപുരത്തിൽ പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നമുക്ക് ചോയ്സ് കാണാം. JCB ഉണ്ട്, കാറുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സ്, JCBയുടെ ഡ്രസ്സ് 100-150 രൂപ വരെ ഉള്ളു. ചെറിയ രീതിയിലുള്ള പാത്രങ്ങൾ, വീട്ടിലേക്കുള്ള പാത്രങ്ങളൊക്കെ കാണാം. പിന്നെ ചട്ടി. ഇവിടെയും ചെരുപ്പാണ്. ഇവിടെ വരുമ്പോൾ ഇതാണ് മധുരയുടെ തെരുവ്. മധുരയുടെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം ഒരു 6:47 ആയിട്ടുണ്ട്. ഇവിടെ പോപ്കോണൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മധുര ടെമ്പിൾ വരുന്നത്. നമുക്ക് റോഡപ്പുറം മുറിച്ച് കിടക്കാം. കേരളത്തിലെ പോലെയല്ല, കേരളത്തിലെ പോലത്തെ റോഡല്ല, നല്ല ട്രസ്റ്റ്. മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ. ഇവിടെ ഒരു കട കണ്ട് ഇവിടെ നിന്ന് ഒരു ജിഗർദണ്ഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈഡാണ്. ഈ ഒരു സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന തിരിച്ചിറങ്ങാൻ പോവുകയാണ്. 11 മണിക്കാണ് ട്രെയിൻ. റൂം ഒരു 8 മണി വരെ ഉള്ളു.
കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു. 7:30 ആയതേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ മധുരൈ നഗരത്തോട് വിട പറയുകയാണ്. റൂം കൂട്ടിയിട്ട് ഓക്കെ, റൂം കൂട്ടി ഇങ്ങനെ പോവാം. നല്ല റൂമായിരുന്നു, നല്ല അടിപൊളി റൂമായിരുന്നു. 650 രൂപയ്ക്ക് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തതായതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഈ സൂര്യോദയത്തിൽ അമ്പലത്തിൻ്റെ മുകൾ ഭാഗം, അതായത് ഈ ടെറസിൻ്റെ മുകളിൽ കയറുന്ന മുകൾ ഭാഗം കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ആ ഭാഗത്തൊക്കെ ആയിട്ട് ആ ലൈറ്റ് കാണുന്ന അമ്പലത്തിൻ്റെ ഒരു ഗോപുരം അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. നമുക്ക് പുറത്തോട്ട് പോകും. ഞാനിവിടെ മധുരൈ വന്നിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ശ്രീപോർട്ടി ലോഡ്ജിൽ ഞാൻ താമസിക്കുന്നത്. അങ്ങനെ മധുരയുടെ തെരുവുകൾ വീണ്ടും ചെറിയ സ്ട്രീറ്റ് ആയിട്ട് വീണ്ടും മാറുകയാണ്. മധുര നഗരത്തിൻ്റെ വേറൊരു പേരാണ് തൂങ്കാ നഗരം. ഇവിടുത്തെ രാത്രി സ്ട്രീറ്റ് സജീവമാണ്. അത് കേട്ടപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ രാത്രി സ്ട്രീറ്റിനെ കുറിച്ച്. എല്ലാ കടകളും 8 മണി ആയതേ ഉള്ളെങ്കിലും 8:17 ആയതേ ഉള്ളതെങ്കിലും എല്ലാ കടകളും ഓപ്പണാണ്. ഇവിടെ നല്ല ആളുകൊണ്ട് എല്ലാവരും അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. നല്ല സുന്ദരമായിട്ടുള്ള വഴി, നല്ല വൃത്തിയുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ കഴിയും. മധുരയുടെ തെരുവുകൾ വീണ്ടും ആക്റ്റീവായിരിക്കുകയാണ്. നിങ്ങൾ ഇതുവഴി പോയപ്പോൾ എനിക്കൊരു തോന്നിയാണ് എന്തോ ഭോജനങ്ങളുടെ എന്തോ പരിചയം. ഇവിടെ ഒരു സ്വാമിയൊക്കെ നിൽക്കും. അങ്ങനെ വീണ്ടും വിഷമമുണ്ട്. മധുരൈ എന്ന് പറഞ്ഞാൽ നല്ല രസം വരുന്നു. ഒരു ദിവസം ഉള്ളതായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. രാത്രി ഇവിടെ വന്ന് ഈ ചെരുവുകളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ സമയം പോണത് പോലും അറിയത്തില്ലായിരുന്നു. നല്ല രസമായിരുന്നു മധുരയിൽ കൂടെ പോകാനായിട്ടൊക്കെ. ആയാലും അടുത്തൊരു വരവിന് കാണാൻ. ഇനി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ചപ്പലും ബാക്കി കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അതൊന്നും കൊണ്ട് ചപ്പൽ, മൊബൈൽ ഫോൺ, ക്യാമറ ഒന്നും കൊണ്ട് അകത്തുവാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയും അമ്പലത്തിൽ അലോഡായി. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ടോട്ടൽ കൺഫ്യൂഷൻ. എങ്ങോട്ടാണ് പോകാനുള്ളത്, എങ്ങോട്ടാണ് വരാനുള്ളതെന്ന് ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊരു അറിയാൻ വയ്യ. ഇവിടെ ഒരു ദിവസം തന്നെ ഏകദേശം എങ്ങനെ പോയാലും ഏകദേശം ഒരു 1000 പേരെങ്കിലും വരാതിരിക്കില്ല. അതിൽ കൂടെ എന്തായാലും കാണാം. നമുക്ക് 1000 പേര് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അധികം ചവറുണ്ട്, ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നാലും അധിക രീതിയിലുള്ള ചവറൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയുണ്ട്. കൊള്ളാം. മധുര തൂങ്കാ നഗരം എന്ന് പറയണത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇവിടെ ആരെ പറക്കൊന്നുമില്ല. സമയമൊന്നും ആയില്ല. സമയം ഒരു 8:17 ആയതേ ഉള്ളൂ. 2 മുനിമാര് കണക്കാരൊക്കെ ആയിരുന്നു. ഈ അമ്പലത്തിൻ്റെ എല്ലാ ഗോപുരങ്ങളും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും. എവിടെയാണ് എത്തിയത്, ഏത് സൈഡാണോ സൗത്ത് സൈഡാണെന്നും പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഞാനിപ്പോൾ ഇങ്ങോട്ടടക്കം എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഇങ്ങോട്ടോ പോകുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പത്മനാഭസ്വാമി ടെമ്പിളാണത്. വൈകിട്ടൂടെ നിൽക്കാനും നടക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല രസമാണ് അവിടെ. നല്ല രീതിക്കുള്ള കാറ്റും നല്ല വൃത്തിയുള്ള കൽത്തറയും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനും നടക്കാനൊക്കെ. ഈ കാണുന്നതാണ് മധുര മീനാക്ഷി ടെമ്പിൾ. എന്തോ വർക്ക് നടക്കുകയെന്ന് തോന്നുന്നു. കമ്പൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വശത്തായിട്ട് ഒരു ജെയിൻ ടെമ്പിളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് അമ്പലത്തിൻ്റെ 4 ചുറ്റുമാണ് ആളുകളുടെ സാഗരം. ഇവിടെയുണ്ട്. ഇവിടെ അത്യാവശ്യം കൊള്ളാമെന്നുള്ള രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കമ്മലൊക്കെ ഉണ്ട്. കമ്മൽ
ഫുള്ള് ഗൂഗിൾ മാപ്പിൻ്റെ കളിയാണ്. ഗൂഗിൾ മാപ്പില്ലെങ്കിൽ ഇവിടെ പെട്ടു. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം രക്ഷപ്പെടാം. റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കിടപ്പുക. വെയിറ്റിംഗ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതാണ് എയർപോർട്ട്. അതുവഴിയാണ് ഇതിനകത്തോട്ട് വരുന്നത്. നമുക്ക് 11 മണിക്കാണ് ട്രെയിൻ. ഇനി ഇത്ര സമയം 11:20 ട്രെയിൻ. അപ്പം കുറച്ച് നേരം ഇവിടുത്തെ AC വെയിറ്റ് റൂമിൽ പോയിരിക്കും. ഇവിടെ ഒരു മധുരൈ ചെന്നൈ എഗ്മോർ വന്ന് നടപ്പുണ്ട്. മുമ്പോട്ട് പോകുമ്പോഴാണ് AC വെയിറ്റിംഗ് ഹാളൊക്കെ വരുന്നത്. ഈ ഭാഗത്തായിട്ട് AC വെയിറ്റിംഗ് ഹാൾ വരുന്നത്. ഇപ്പോഴത്തെ വെയിറ്റിംഗ് ഹാൾ ഈ ഭാഗത്തായിട്ടാണ് വെയിറ്റിംഗ് ഹാൾ വരുന്നത്. ഇതിൽ സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ആരുമില്ല, എല്ലാം ഒഴിഞ്ഞിടക്കുക. ഇനിയിപ്പം എന്തെന്നറിയില്ല. സ്ലീപ്പറിലൊന്നും ഇല്ല. ഇനി ഇതിലായി സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ഒരൊറ്റ മനുഷ്യരില്ല. AC-ലും അങ്ങനെയാണ്. ജനറൽ ക്ലാസ് കൊള്ളാം. ജനറൽ ക്ലാസ് എല്ലാവരും നിറഞ്ഞു കുത്തിരിക്കുക. സമയം ഇപ്പം 11:29 അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് എടുത്തുള്ളത്. ട്രെയിൻ ഇവിടെ നിന്ന് മധുര സ്റ്റേഷനിൽ നിന്ന് അടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം